5ാം ക്ലാസ് മുതൽ തുടർച്ചയായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ പണം നിക്ഷേപിക്കുന്ന 1ാം വർഷ ബിരുദ വിദ്യാർത്ഥിയായ ആദർശ് നവകേരള സദസ്സിന്റെ വേദിയിലെത്തി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ വിശ്വാസമുണ്ടെന്നും നവകേരള സദസ്സ് നാടിന് മാതൃകയാണെന്നും ആദർശ് കൈരളി ന്യൂസിനോട് പറഞ്ഞു. നവകേരള സദസ്സിൻ്റെ നെയ്യാറ്റിൻകര ഈ വേദിയിൽ എന്നോട് ഒപ്പം ഉള്ളത് ആദർശ് എന്ന ഒരു കൊച്ചുമിടുക്കനാണ്. ഇന്ന് മുഖ്യമന്ത്രി ആദർശിനെ പ്രത്യേകം അഭിനന്ദിക്കുകയും ചെയ്തു. അതിൻ്റെ കാരണം ഉൾപ്പെടെ ആദർശ് വ്യക്തമാക്കുന്നതാണ്. 5ാം ക്ലാസ് മുതൽ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഫണ്ട് നൽകുന്നു അല്ലേ? എന്താ ആദർശ് ഇങ്ങനെ ചെയ്തു തുടങ്ങാനുള്ള കാരണം? ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടം ആദ്യം നടക്കുന്നത്. അന്നാണ് ഞാൻ ആദ്യമായി CMDRF അഥവാ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്നൊരു വാക്ക് കേൾക്കുന്നത്. തുടർന്ന് എന്താണെന്ന് മനസ്സിലാക്കുകയും ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണതെന്ന് ഞാൻ മനസ്സിലാക്കി. തുടർന്ന് അടുത്ത മാസം മുതൽ തന്നെ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് 10 രൂപ വീതം എല്ലാ മാസവും പോസ്റ്റ് ഓഫീസ് വഴി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അയച്ചു തുടങ്ങി. അത് ഞാൻ ഇന്നും തുടരുന്നു. ഇതറിഞ്ഞ് മുഖ്യമന്ത്രി എന്നെ നേരെ വിളിച്ച് അഭിനന്ദിച്ചിരുന്നു. ആ സമയം ഞാൻ ചെയ്യുന്ന ഈ പ്രവർത്തനം കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥികളിലേക്കും എങ്ങനെ വ്യാപിപ്പിക്കാം എന്നൊരു ആശയത്തിന് പുറത്താണ് മണി ബോക്സ് എന്ന പദ്ധതി ഞാൻ കേരള ഗവൺമെൻറ് മുന്നിൽ സമർപ്പിച്ചു. മണി ബോക്സ് കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും പരീക്ഷണാടിസ്ഥാനത്തിൽ 4 ദിവസം സ്ഥാപിക്കുകയും മണി ബോക്സിലൂടെ 2,81 ലക്ഷം രൂപ 4 ദിവസം കൊണ്ട് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും നാട്ടുകാരുടെയും ഇനിഷ്യേറ്റീവായിട്ട് 2 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചു. അതെ സർ, മണി ബോക്സ് എന്ന എൻ്റെ ആശയത്തിലൂടെ. ഈ ആദർശ് ചില ആളുകളൊക്കെ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് ഡൊണേറ്റ് ചെയ്യുന്നതൊക്കെ പറയുന്നുണ്ട്. അവരോട് എന്താണ് ആദർശം പറയുന്നത്? അത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് തീർച്ചയായും ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പദ്ധതി തന്നെയാണ്. നമുക്കൊരു ദുരിതം നടക്കുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ പ്രളയം, ഓഖി അങ്ങനെയുള്ള പല ദുരിതങ്ങൾ നടന്നപ്പോഴും നമ്മുടെ നാടിൻ്റെ സംരക്ഷണത്തിനായിട്ട് ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് എമൗണ്ട് എടുത്ത് ചിലവാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അത് നല്ലതെന്നാണ് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്, എൻ്റെ അറിവിന് പുറത്ത്. നവകേരള സദസ്സിനെ പറ്റി എന്താണ് ആദർശിന് പറയാനുള്ളത്? തീർച്ചയായിട്ടും വളരെ അഭിമാനകരമായൊരു നിമിഷമാണിത്. ജനകീയ കേരള മന്ത്രിസഭ അതിൻ്റെ നാട് നെയ്യാറ്റിൻകരയിലേക്ക് ഇന്ന് എത്തിയിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും പങ്കെടുക്കാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷവും അതിൽ പങ്കെടുക്കാനായിട്ട് എന്നെ സഹായിച്ച എല്ലാവരോടും ഈ അവസരത്തിൽ നന്ദിയും അറിയിക്കുന്നു. ആദർശിനെ പോലെ 10,000-ങ്ങളാണ് നവകേരള സദസ്സിലേക്ക് അഭിമാനത്തോടെ നെയ്യാറ്റിൻകരയിൽ ഒഴുകിയെത്തിയത്.